എനിക്കതിനപ്പുറം വേറെ ഒരു ചോദ്യമില്ല പ്രിയപ്പെട്ടവരെ. ആര് നെഞ്ചോട് ചേർത്ത് പിടിച്ച് യേശുവിന്റെ വചനത്തെ പ്രസംഗിക്കും? നിന്റെ പ്രായം ഒരു വിഷയമല്ല, നിന്റെ പഠനം ഒരു വിഷയമല്ല. നിന്റെ ഹൃദയത്തിൽ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ നിവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ എൻ്റെ ഒരു ആഗ്രഹം പറയട്ടെ, 35 വയസ്സിന് താഴെയുള്ള എല്ലാ മക്കളും ദയവായിട്ടൊന്ന് മുന്നോട്ട് വാ. 35 വയസ്സിന് താഴെയുള്ള എല്ലാ മക്കളും ദയവായിട്ട് മുന്നോട്ട് വാ. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളും ഒന്ന് മുന്നോട്ട് വന്നേ. വാ മക്കളെ, 35 വയസ്സിന് താഴെയുള്ള പിള്ളേരെ വാ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ ഒരു ആരാധനയാണ്. കാരണം ഇത്രയും പിള്ളേർ ഇതിനകത്തുണ്ടായിരുന്നു. മക്കളെ വാങ്ങിയിട്ടുണ്ടല്ലേ, ഞാനൊരു കൊച്ചു കാര്യം പറയാം മക്കളെ. മക്കളെ, ഈ കാലഘട്ടം ഭക്ഷണത്തിന് നിറഞ്ഞൊരു കാലഘട്ടമാണ്. നിങ്ങൾക്കറിയാം, ലഹരിയും എല്ലാ കാലഘട്ടത്തിലും ഉണ്ട്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് സയൻസ് വളർന്നു. ചിലരൊക്കെ പറയും ഇനി ഒരു 10-15 വർഷം കഴിഞ്ഞാൽ പള്ളിയൊക്കെ കൂട്ടും. AD 1-ാം നൂറ്റാണ്ട് തൊട്ടേ പറയുന്നുണ്ട്, ഇപ്പൊ തീർന്നത് ഇത് തീരെയൊന്നുമില്ല. ക്രിസ്തുവിന്റെ വരവോളം സഭയുണ്ട്. എനിക്ക് ഒരു ചോദ്യം, ഒരു റിക്വസ്റ്റാണ്. ആർക്കെങ്കിലും ദൈവം ഒരു ആലോചന തരുന്നുണ്ടെങ്കിൽ മതി, ആര് ഈ വേല ഏറ്റെടുക്കും? ഇനി ഞങ്ങളുടെ പഴഞ്ച പ്രസംഗം കൊണ്ടൊന്നും മാനസാന്തരം ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു കർത്താവിന് നല്ല ആയുധങ്ങൾ വേണം. ഇവിടെ ഒരാളെങ്കിലും സയന്റിഫിക്കായിട്ട് യേശു ജീവിക്കുന്നെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. അവൻ പറയും എനിക്ക് എൻ്റെ കഴിവൊന്നുമില്ല, കഴിവൊക്കെ ദൈവം തരുമെന്ന്. ഇന്നത്തെ വചനം എവിടെയെങ്കിലും ആരെയെങ്കിലും ഒന്ന് സ്പർശിച്ചെങ്കിൽ. ഇന്നത്തെ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകത അതും കൂടെ ഞാൻ പറയാം. അതിനിടയ്ക്ക് എല്ലാവരും ഒന്ന് ഇരുന്നോ, മിടുക്കന്മാരെല്ലാവരും അങ്ങോട്ട് നിന്നേ. എല്ലാവരും എഴുന്നേറ്റ് ഈ പിള്ളേർക്ക് നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ടിരിക്കാം. ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത ഞാൻ പറയാം. വെറും ഉടായിപ്പ് നടന്നൊരു കാലഘട്ടമാണ്. ശുശ്രൂഷയിൽ വരെ സത്യമാണ്. ന്യൂജൻ ആരാധനകൾ ഇതിനാണെന്നൊരു പിടിയില്ല. നിങ്ങൾക്ക് സിൻസിയറായിട്ട് ജീവിക്കുന്ന വചനം എടുത്തുയർത്താൻ പറ്റും. ഇതിനപ്പുറം ഒരു ശുശ്രൂഷയൊന്നുമില്ല. ആഗ്രഹമുണ്ടെങ്കിൽ നീ നിന്നെ തന്നെ സമർപ്പിച്ചു കൊടുക്കുക. ഞാൻ എൻ്റെ ഒരു കൊച്ചു അനുഭവം പറഞ്ഞായിരുന്നു. എൻ്റെ അപ്പ ഹൈന്ദവനാണ്, എൻ്റെ അമ്മ ഭയങ്കര പ്രാർത്ഥനാകാരി. എനിക്ക് ഭയങ്കര ഇഷ്ടം ബൈബിൾ വായിക്കാൻ. ആത്മീയത മൂത്തിട്ടൊന്നുമല്ല, ഈ പള്ളിയിൽ പോയി മൈക്കിൽ കൂടെ ബൈബിൾ വായിക്കാൻ ഭയങ്കര ഇഷ്ടം. മൈക്കിൻ്റെ അടുത്തുള്ള കൊതി എന്ത് വേണമെങ്കിലും പറയാം. അപ്പൊ ഈ പ്രായത്തിലൊക്കെ ഞാൻ എൻ്റെ സഭയിൽ 8 മണിക്ക് ആരാധന, ഞാൻ 7 മണിക്കേ പോകും. എന്തിനാണെന്നറിയാമോ? എനിക്ക് ബൈബിൾ വായിക്കണം. അപ്പോൾ ഞാനങ്ങനെ പള്ളിയിൽ അറിയപ്പെടുന്ന കുടുംബമൊന്നും അല്ലെന്നേ. അപ്പൊ എനിക്ക് തരില്ല. അവിടെ വേറെ ടീച്ചർമാരെ വലിയ ആൾക്കാർ
അവർക്കൊക്കെ കൊടുത്തത്. ഞാൻ ഇങ്ങനെ കോഴി കറങ്ങും പോലെ കടയിൽ കറങ്ങി. പക്ഷെ ആ കണക്ക് ആര് കണ്ടെന്നറിയാമോ? എൻ്റെ ദൈവം കണ്ടു. എനിക്ക് ഒരു ബന്ധവുമില്ലാത്ത സ്ഥലത്ത് പോയി വാരിക്കോരി സമയം തന്നെയാണ് സുവിശേഷം പറയുന്നത്. അടുത്ത ആഴ്ചയും 3 ദിവസം ഒരു സഭാദിനം ദൈവം തന്നിട്ടുണ്ട്. പ്രതീക്ഷിക്കാതെ നിങ്ങളൊരു മഹാനൊക്കെ. പക്ഷേ എനിക്ക് ഒരു യോഗ്യതയില്ല. ഞങ്ങളൊക്കെ നാട്ടിൽ ഞങ്ങളെ ഉപദേശിയെന്നോ എനിക്കറിയത്തില്ല എങ്ങനെയൊക്കെയാണ് ദൈവം ഒരു അവസരങ്ങൾ തരുന്നതാണ്. അറിയുമില്ലേ? അത് നിങ്ങൾ ഹൃദയത്തിൽ ദൈവത്തോട് പറയാം. നിങ്ങൾ നമ്മളോട് സംസാരമാണ്. അല്ലാതെ ഇവിടെ 5 പേരെ ഞാൻ കൊണ്ടുപോയെന്ന് പറഞ്ഞ് വെടിക്കെടുക്കാമെന്ന് പറഞ്ഞത്. അറിയുന്നില്ലേ? താല്പര്യമുണ്ടെങ്കിൽ സമർപ്പിക്കും. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ടവരെ, സഭയുടെ സമ്പത്ത് ഈ കാണുന്ന വസ്തുവല്ല, ഈ കാണുന്ന പ്രോപ്പർട്ടി അല്ല. ഇവരാണ് സഭയെ നയിക്കേണ്ടത്. സഭ ഒരുമിച്ച് ഈ മക്കൾക്ക് വേണ്ടി കണ്ണീരോടെ കരയാൻ തയ്യാറാകുമെങ്കിൽ ഇവർ ഭൂമിയുടെ അറ്റത്തോളം പോയി സുവിശേഷം പറയും. ഒരു സംശയമില്ല. നിങ്ങൾക്കൊരു വലിയ ഉത്തരവാദിത്വമുണ്ട്. നിങ്ങളുടെ കടം, നിങ്ങളുടെ രോഗം, നിങ്ങളുടെ പ്രയാസം അതൊന്നുമല്ല. ഈ സഭയുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം ഈ മക്കൾക്ക് വേണ്ടി നിലവിളിച്ച് കരയണം. കണ്ണുകളടയ്ക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആരുടെയെങ്കിലും ഹൃദയത്തിൽ എനിക്ക് എൻ്റെ യേശുവിന് വേണ്ടി നിൽക്കണം, എനിക്കൊരു പട്ടക്കാരനാകണം, എനിക്കൊരു സയന്റിസ്റ്റ് ആകണം, എനിക്കൊരു ഡോക്ടർ ആകണം, എനിക്ക് വിദേശത്ത് പോകണം ആഗ്രഹിക്കുന്നവരുണ്ട്. ഇതിനകത്ത് നിന്റെ ലക്ഷ്യം അതുവഴി തന്നെ നടക്കട്ടെ. പക്ഷെ അതിൻ്റെ കൂടെ, അതിൻ്റെ ഒപ്പം യേശുവിനെ പറയാൻ കഴിയും. മക്കളെ, ഒരു നിമിഷം കണ്ടു പറയണേ. ഇന്ന് രാവിലെ ഞാനും അച്ഛനും കൂടെ കാറിൽ യാത്ര ചെയ്തപ്പോൾ അച്ഛൻ പറഞ്ഞൊരു കാര്യം, ഒരു തേയിലത്തോട്ടത്തിന്റെ ഒരു മാനേജർ ഇവിടെ വന്നിട്ട്, ഞാനതൊക്കെ ഇങ്ങനെ ഹൃദയത്തിൽ ഏറ്റെടുക്കുകയായിരുന്നു, ഇവിടെ വന്നിട്ട് സുവിശേഷം പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന്റെ കമ്പനിയെ ദൈവം വളർത്തിക്കൊണ്ടേയിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: ഞാൻ ദൈവത്തിന് വേണ്ടി ജോലി ചെയ്യുമ്പോൾ ദൈവം എനിക്ക് വേണ്ടി, അച്ഛൻ എനിക്ക് തന്നൊരു ജ്ഞാനമാണ്, ഒരു വെളിച്ചമാണ്. നമ്മൾ എത്ര അധ്വാനിച്ചാലും ഒന്നും എത്തത്തില്ലെന്നേ. അധ്വാനിച്ച് നടന്നവനാ ഞാൻ. കർത്താവിന്റെ കൈ പിടിക്കാൻ കഴിയുക. ഇനി നമ്മൾ പ്രാർത്ഥിക്കാൻ പോകും. എല്ലാം കണ്ണുകളോടെ പാപത്തെ സ്നേഹിപ്പാ ഞാനിനി പോകില്ല. അങ്ങനെ പാട്. പാപത്തെ സ്നേഹിപ്പാ ഞാനിനി പോകില്ല. ദൈവത്തിൻ പൈതലാ ജീവിക്കും ഞാനിനി. ദൈവത്തിൻ പൈതലാ ജീവിക്കും ഞാനിനി. പരിശുദ്ധ കർത്താവേ, കാൽവരി ക്രൂശിലൂടെ നിന്റെ സ്നേഹം ഞങ്ങൾ അനുഭവിച്ചറിയുന്നു. പരിശുദ്ധാത്മാവുള്ള മക്കളാകാൻ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ നിൽക്കുന്ന വന്ധ്യ വൈദികന്മാരോടൊപ്പം, ഈ നിൽക്കുന്ന മാതാപിതാക്കളോടൊപ്പം, ഈ നിൽക്കുന്ന സഭയോടൊപ്പം ഈ മക്കളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇവർ പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഇവർ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തി ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെളിപ്പെടട്ടെ. വചനം പഠിച്ച് വചനത്തിന്റെ ശക്തി ഒരു മായവുമില്ലാതെ പ്രസംഗിപ്പാൻ ഈ മക്കളുടെ മേൽ നീ കരുണ കാണിക്കണമേ. നീ അത്ഭുതങ്ങളെ ചെയ്ത ദൈവമായിരിക്കാൻ സ്തോത്രം. ഏതെങ്കിലും മക്കൾ ഏതെങ്കിലും പാപത്തിന് അടിമപ്പെട്ടു എന്ന് ഹൃദയത്തിൽ പറയുന്നെങ്കിൽ ഇന്ന് നിന്റെ രക്ഷാദിവസം വിട്ടുകൊടുക്ക. കർത്താവിനെ സ്വീകരിച്ചതിന് നന്ദി പറഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനാലയത്തിൽ ഈ വചനം കേട്ടപ്പോൾ നിറകണ്ണുകളോടുകൂടെ ഇരുന്നവരുണ്ട്. അവരുടെ വിഷയങ്ങളൊന്നും അടിയാൻ അറിയത്തില്ല. നിറകണ്ണുകളോടുകൂടെ ഈ വചനം കേട്ടവരുണ്ട്. ഒരു തുള്ളി കണ്ണുനീർ ഈ ദേവാലയത്തിൽ വീണെങ്കിൽ ശുശ്രൂഷയുടെ മഹത്വമാണെന്ന് അടിയനെ തിരിച്ചറിയുന്നു. വീണുപോകാതെ കരുതണമേ. എല്ലാം നന്മയ്ക്കായി വ്യാപരിക്കണമേ. ക്രിസ്തു വഴി ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥന ഞങ്ങൾക്ക് കോട്ടയായി തീരണം. സ്വർഗീയ നല്ല പിതാവേ, എനിക്കായി മുറിവേറ്റ
തൃക്കരങ്ങൾ എൻ ശിരസിൽ ആശീർവദിക്കണേ. വിശ്വാസത്തോടെ പാടിയ മക്കളെ, എനിക്കായി മുറിവേറ്റ തൃക്കരങ്ങൾ എൻ ശിരസിൽ ആശീർവദിക്കണേ. അങ്ങയുടെ ആത്മാവിനാലേ അഭിഷേകം ചെയ്ത അനുഗ്രഹിക്കണേ. അങ്ങയുടെ ആത്മാവിനാലേ അഭിഷേകം ചെയ്ത മക്കളെ, ധൈര്യത്തോടെ സുവിശേഷം പറയണം കേട്ടോ. ദൈവം ഹൃദയത്തിൽ പ്രേരിപ്പിക്കുന്നെങ്കിൽ, ദൈവം വിളിച്ചെങ്കിൽ ഇറങ്ങാൻ പറ്റും. ധൈര്യത്തോടെ പറയണം. നട്ടലുള്ളവനായിട്ട് സുവിശേഷം പറയണം. എന്ത് നഷ്ടം വന്നാലും സുവിശേഷം പറയണം. ദൈവം സ്പർശിച്ചെങ്കിൽ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ ഇരിപ്പിടങ്ങളിലേക്ക് പോകാം. സഭയ്ക്ക് ഇരിക്കാം. ഞാൻ ഇന്ന് 9 മണിക്ക് നടത്തുമെന്ന് പറഞ്ഞു. ഇന്നും വൈകി, എന്നോട് ക്ഷമിക്കുക. അതല്ലാതെ എനിക്കൊന്നും പറയാനില്ല. കർത്താവ് നിങ്ങളെ ശക്തീകരിക്കട്ടെ. ആമേൻ.